ശ്രീ പി ചിത്തരഞ്ജൻ. സാർ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിൽ വരുന്ന അസാപ്പ് മുഖാന്തരം നമ്മുടെ സംസ്ഥാനത്ത് യുവജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും തൊഴിൽ നൈപുണ്യം നൽകുന്ന രീതിയിൽ വളരെ മികവാർന്ന പ്രകടനമാണ് സാർ നടന്നു വരുന്നത്. ഈ പ്രവർത്തനങ്ങളെ ഞാൻ ആത്മാർത്ഥമായി പ്രശംസിക്കുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രി അക്കാര്യത്തിൽ വഹിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഇടപെടലിനെയും അഭിനന്ദിക്കുകയാണ്. സാർ, എൻ്റെ മണ്ഡലത്തിലും 18 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൻ്റെയും 1 കോടി രൂപ ചെലവ് നിർമ്മിച്ച ഇ ലേണിംഗ് ഹബിൻ്റെയും ഉദ്ഘാടനം കഴിഞ്ഞ ആഴ്ച ജനകീയമായി തന്നെ നടക്കുകയും ചെയ്തു. സാർ, ആലപ്പുഴ മണ്ഡലത്തെ ഒരു സമ്പൂർണ്ണ ഡിജിറ്റൽ ലിറ്ററസി മണ്ഡലമാക്കാനും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് നൂതനമായ കമ്പ്യൂട്ടർ അനുബന്ധ കോഴ്സുകളും അതോടൊപ്പം തന്നെ കുടുംബശ്രീയുമായി സഹകരിച്ചുകൊണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉൾപ്പെടെ നടത്തണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് നടത്തുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സാർ, നേരത്തെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി പഠനത്തോടൊപ്പം തന്നെ നൈപുണ്യ പരിശീലനം എന്ന രീതിയിൽ നടത്തി വന്നിരുന്ന സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻ്ററുകൾ STCകൾ സാർ വളരെയധികം വിദ്യാർത്ഥികൾക്ക് പ്രയോജനം ചെയ്യുന്നതായിരുന്നു. അവരിൽ വിദേശ ഭാഷാ വിനിമയത്തിനും വിവിധ തൊഴിൽ നൈപുണ്യത്തിനും കഴിയുന്ന നിലയിൽ തന്നെയാണ് STCകളുടെ പ്രവർത്തനം നടന്നിരുന്നത്. ഇത്തരത്തിലുള്ള സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻ്ററുകളും അഡ്വാൻസ് സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻ്ററുകളും അസാപ്പ് നടപ്പിലാക്കിയ സ്കിൽ ക്യാമ്പയിൻ, നൈപുണ്യ പരിചയമേള, ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ SPV എന്നീ നിലയിലുള്ള പ്രവർത്തനങ്ങൾ, ഡിഗ്രി കോഴ്സുകളോടൊപ്പം നടത്തുന്ന സ്കിൽ കോഴ്സുകളുടെ നടത്തിപ്പ്, കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കുകളുടെ ഏകോപനം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്നുള്ള പ്രവർത്തനങ്ങൾ നടത്തി വന്നിരുന്ന പ്രോഗ്രാം മാനേജർമാരുടെ വളരെ മികച്ച പ്രവർത്തനത്തിൻ്റെ ഫലമായി കൂടിയാണ്. ഈ പ്രോഗ്രാം മാനേജർമാരുടെ സേവന വേതന വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതിനും അസാപ്പിൻ്റെ സ്കിൽ പാർക്കുകളുടെ സൗകര്യങ്ങൾ പൂർണ്ണമായും സ്വകാര്യ പങ്കാളികൾക്ക് കൈമാറാതെ 2021 CMD അസാപ്പിൻ്റെ ഘടനയെ സംബന്ധിച്ച് നടത്തിയ പഠന റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിനും ജീവനക്കാരെ പിരിച്ചുവിടുന്നത് ഒഴിവാക്കിക്കൊണ്ട് തന്നെ സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാകണമെന്ന് ഈ സബ്മിഷനിലൂടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക വകുപ്പ് മന്ത്രി, ബഹുമാനപ്പെട്ട വൈദ്യുതി മന്ത്രി. സർ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ നൈപുണ്യ വികസനവുമായി ബന്ധപ്പെട്ട് ശ്ലാഘനീയമായ പ്രവർത്തനം കാഴ്ചവെച്ചു വരുന്ന സംവിധാനമാണ് അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം അസാപ്പ്. സംസ്ഥാനത്ത് തൊഴിലും വിദ്യാഭ്യാസവും തമ്മിലുള്ള സ്കിൽ ഗ്യാപ്പ് നികത്തി യുവജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും തൊഴിൽ ക്ഷമതയും നൈപുണ്യവും വികസിപ്പിക്കുന്നതിനു വേണ്ടി പ്രവർത്തിച്ചു വരുന്ന സ്കിൽ എൻഹാൻസ്മെൻറ്റ് ഏജൻസിയാണത്. ഏഷ്യൻ വികസന ബാങ്കിൻ്റെ 700 കോടി രൂപയുടെ വായ്പയും 300 കോടി രൂപയുടെ സംസ്ഥാന വിഹിതവുമായിട്ടാണ് പദ്ധതി ആരംഭിച്ചത്. നൈപുണ്യ പരിശീലന രംഗത്ത് അസാപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ 16 കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കുകൾ പ്രവർത്തിച്ചു വരുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ട്രെയിനർ, കോഡിംഗ് സ്കിൽസ്, ബിസിനസ് അനലിറ്റിക്സ്, വിദേശ ഭാഷാ പരിശീലനം, സൈബർ സെക്യൂരിറ്റി, ഗ്രാഫിക് ഡിസൈനിങ് തുടങ്ങി വൈവിധ്യമാർന്ന 150ഓളം നൂതന കോഴ്സുകളിലൂടെ നൈപുണ്യ പരിശീലന രംഗത്ത് 2,51,242 ഉദ്യോഗാർത്ഥികൾക്ക് അസാപ്പ് ഇതിനകം പരിശീലനം നൽകിയിട്ടുണ്ട്. കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കുകളിൽ വിവിധ വ്യവസായ സ്ഥാപനങ്ങളെ ഓപ്പറേറ്റിംഗ് പാർട്ട്ണർമാരായി നിശ്ചയിച്ച് പരിശീലന പദ്ധതികൾ രൂപപ്പെടുത്തുകയും ഉന്നത നിലവാരത്തിലുള്ള നൈപുണ്യ പരിശീലന പരിപാടികളായി വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുകയുമാണ് ചെയ്യുന്നത്. 126 സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻ്ററുകൾ വഴി സാമ്പത്തികവും സാമൂഹികവുമായി ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്ക് സൗജന്യ പരിശീലനം, വേനലവധിക്കാലത്ത് സമ്മർ സ്കിൽ സ്കൂൾ പരിശീലനം, വനിതകൾക്കായി ഷീ സ്കിൽസ് പരിശീലനം, റീബൂട്ട് കേരള ഹാക്കത്തോൺ, പ്രൊഫഷണൽ സ്റ്റുഡൻസ് മീറ്റ്, കുടുംബശ്രീ പ്രവർത്തകർക്ക് വേണ്ടി കണക്ട് ടു വർക്ക്, 41 പോളിടെക്നിക്കുകളിൽ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസിന് ആവശ്യമായ ഉപകരണങ്ങൾ സജ്ജീകരിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ അസാപ്പ് ഏറ്റെടുത്തിട്ടുണ്ട്. വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, KDISC, കേരള നോളജ് ഇക്കോണമി മിഷൻ, കേരള അക്കാദമി ഫോർ സ്കിൽ എക്സലൻസ്, വനിതാ ശിശു വികസന വകുപ്പ്, പട്ടികജാതി വികസന വകുപ്പ്, ഫിഷറീസ് വകുപ്പ് എന്നിവയ്ക്ക് വേണ്ടിയും വിവിധ നൈപുണ്യ പരിശീലന പദ്ധതികൾ അസാപ്പ് ഏറ്റെടുത്ത് നടത്തി വരുന്നു.
US ടാക്സേഷൻ മേഖലയിലേക്ക് ആവിഷ്കരിച്ചിട്ടുള്ള എൻറോൾഡ് ഏജന്റ് കോഴ്സ് പൂർത്തീകരിച്ച വിദ്യാർത്ഥികൾക്ക് ടാക്സേഷൻ മേഖലയിൽ ബഹുരാഷ്ട്ര കമ്പനികളിൽ 3.5 മുതൽ 7.5 ലക്ഷം രൂപ വരെ വാർഷിക ശമ്പളത്തിൽ ജോലിയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഗ്രേറ്റ് അഫിനിറ്റി എന്ന സ്ഥാപനം കൊട്ടാരക്കര മണ്ഡലത്തിലെ കുളക്കടയിലെ അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ സ്റ്റാർട്ടപ്പ് മിഷന്റെ സഹകരണത്തോടെ സജ്ജീകരിച്ച കോ വർക്കിംഗ് കേന്ദ്രത്തിൽ പ്രവർത്തനം ആരംഭിച്ചു. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇലക്ട്രിക് വാഹന നിർമ്മാണം, ഓഗ്മെന്റഡ് റിയാലിറ്റി, വെർച്വൽ റിയാലിറ്റി, വെഹിക്കിൾ പെയിന്റിംഗ് എന്നീ മേഖലകളിൽ മികവിന്റെ കേന്ദ്രങ്ങളും അസാപ്പ് ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ സംസ്ഥാനത്തെ വിദ്യാർത്ഥി യുവജന സമൂഹത്തിന് വിവിധ നൈപുണികൾ സ്വായത്തമാക്കുന്നതിനുള്ള പരിശീലന പദ്ധതികൾ ആവിഷ്കരിച്ച് ഒരു നവവിജ്ഞാന സമൂഹം കെട്ടിപ്പടുക്കുന്നതിനാണ് അസാപ്പ് നിസ്തുലമായ പങ്കുവഹിച്ചു പോരുന്നത്. നീതി ആയോഗിന്റെ ബെസ്റ്റ് പ്രാക്ടീസ് ഇൻ സ്കില്ലിംഗ് പരാമർശം, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ജെൻഡർ ആക്ഷൻ പ്ലാൻ നടപ്പാക്കിയ മികച്ച പ്രൊജക്ടിനുള്ള അംഗീകാരം, ഇന്ത്യ സ്കിൽസ് റിപ്പോർട്ട് 2022 പ്രത്യേക പരാമർശം, 2023 ഇന്ത്യ സ്കിൽ റിപ്പോർട്ടിൽ നൈപുണ്യ പരിശീലനത്തിലെ മികവിന് കേരളത്തിന് ലഭിച്ച ദേശീയ അംഗീകാരം, ഫ്യൂച്ചർ സ്കിൽസിൽ രാജ്യത്തെ 1ാമത്തെ സംസ്ഥാനമെന്ന നേട്ടം, അസസ്മെന്റ് ഏജൻസിയായും അവാർഡിംഗ് ബോഡിയായും നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്ങിൻ്റെ ഇരട്ട അംഗീകാരം എന്നിവ അസാപ്പിന് ലഭിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ മുഴുവൻ തൊഴിലധിഷ്ഠിത കോഴ്സുകളെയും NSQF നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ ഒരു സ്കിൽ എക്കോസിസ്റ്റം സൃഷ്ടിച്ചെടുക്കാനുള്ള ദൗത്യം അസാപ്പ് നിർവഹിക്കുന്നു. 16 കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കുകളിൽ അല്ല ഇപ്പൊ കഴിയും 15 എണ്ണത്തിലും അതിവേഗ ഇന്റർനെറ്റ് സൗകര്യം മന്ത്രിമാരും അംഗങ്ങളും നിശ്ചയിക്കേണ്ടതാണ്. മന്ത്രിമാർ മറുപടി നീളത്തിൽ വായിക്കുക, അംഗങ്ങൾ കൂടുതൽ സമയം എടുത്ത് പറയുക. ബഹുമാനപ്പെട്ട മെമ്പറുടെ സബ്മിഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ആഴ്ച ഉദ്ഘാടനം ചെയ്ത അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ കുറെ കൂടി വേഗതയുള്ള ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കണം എന്നുള്ളതാണ്. അത് തീർച്ചയായും പരിഗണിക്കും എന്നാണ് ചന്ദ്രശേഖരൻ. അതുപോലെ ADB പ്രൊജക്ടിന്റെ ഭാഗമായിട്ടുള്ള ഉത്തരം മേശപ്പുറത്ത് വെച്ചോളൂ.